സ്നേഹിക്കുന്നവരുടെ ഒരു ചെറിയ മാറ്റം നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കാറുണ്ടല്ലേ. ഒരിക്കൽ നമ്മൾ ഉയിരാണ്, ചങ്കാണെന്ന് പറഞ്ഞവർ പിന്നീട് ആരുമല്ലാണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറില്ലേ. പണ്ട് നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവർ ഇന്ന് നമ്മളെ കാണുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കാറില്ലേ. അതേടോ, മനുഷ്യരാണ്, കാലത്തിനനുസരിച്ച് മാറും. പക്ഷേ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറെന്ന ഡയലോഗ് മാത്രം അടിക്കാണ്ട് അത് പ്രവർത്തിച്ചു കാണിച്ച ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ സ്വന്തം നസ്രായൻ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 33-ാം വയസ്സിൽ ക്രൂശിൽ ബലിയായി തീർന്നവൻ. ഡയറക്റ്റായിട്ട് ആ മനുഷ്യൻ ക്രൂശിലേക്ക് തറക്കപ്പെടുകയല്ല ചെയ്തത്. ഒരുപാട് വേദനകളുടെയും പ്രഹരങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഒടുവിലാണ് ആ മനുഷ്യൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. പക്ഷേ ഈശോയ്ക്ക് ഏറ്റവും വേദനിച്ചത് എപ്പോഴാണെന്നറിയോ? ക്രൂശിൽ കിടന്നപ്പോൾ പടയാളികളിൽ ഒരുവൻ വന്ന് കുന്തത്താൽ ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒരു കുത്തുകുത്തി. അപ്പോഴാണ് ഈശോയ്ക്ക് ഏറ്റവും അധികം വേദനിച്ചത്. അത് ശാരീരികമായൊരു വേദന മാത്രം ആയിരുന്നില്ല. ആ ഹൃദയത്തിൽ ഈശോ നമ്മളെ ഓരോരുത്തരെയുമാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേദനിച്ചു എന്നോർത്താണ് ഈശോ സങ്കടപ്പെട്ടത്. ഇത്രയേറെ നമ്മളെ കെയർ ചെയ്യണ ഈശോയോട് നമ്മൾ എന്താ ചെയ്യണത്? ആ ഹൃദയത്തിനകത്തിരുന്ന് കുത്തി ഈശോയെ വീണ്ടും വേദനിപ്പിക്കുകയല്ലേ. പക്ഷേ ഈശോയ്ക്ക് നമ്മൾ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. അതൊരു ശുദ്ധ പാവ, അതിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇനിയേലും ആ പാവത്തെ വേദനിപ്പിക്കാൻ ഹൃദയത്തിനുള്ളിൽ നിന്ന് കുത്താണ്ട് ഈശോയുടെ ഇഷ്ടാനുസരണം ജീവിക്കുക. ഈശോയുടെ സ്വന്തം കുഞ്ഞ